എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിട്ടാണ് ഞാൻ സാധിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹം എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 2 വർഷത്തെ പഴക്കം കാണും. അങ്ങനെ രാവിലെ തന്നെ റെഡി ആയിട്ട് കണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി പോവുകയാണ്. അപ്പോൾ എങ്ങോട്ടേക്ക് പോകണേന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഏകദേശം ഒരു 2 വർഷത്തിന് മുന്നെയാണ് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയത്. പക്ഷെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകാനുള്ള ഒരു ധൈര്യം സത്യം പറഞ്ഞാൽ എനിക്കില്ലായിരുന്നു കേട്ടോ. ആരമ്പലും അച്ഛനും ഉണ്ണിക്കുട്ടനും കൂടി ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ വണ്ടി ഓടിക്കുമെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഇതേവരെ ഡ്രൈവ് ചെയ്ത് എങ്ങും പോയിട്ടില്ല. ഈ ഒരു മാസമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ പോയി തുടങ്ങിയത്. ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോസിലൊക്കെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ഗേൾസ് ഡേ ഔട്ടാണ്. കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ച കാര്യമാണ്. പ്രത്യേകിച്ച് അമ്മാമേനെയും കൊണ്ടിട്ട് ഒരു ദിവസം പുറത്ത് പോകണം, അമ്മാമയ്ക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ മേടിച്ച് കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്രാവശ്യം അമ്മാമ വന്നപ്പോഴത്തേക്കും സർപ്രൈസ് ആയിട്ട് ഞാൻ അമ്മാമ്മ എടുത്ത് പറഞ്ഞു, അമ്മാമേ എൻ്റെ കൂടെ ഒന്ന് പുറത്ത് വരും, നമുക്ക് പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന്. ആദ്യം ആൾ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. കാരണം ആദ്യമായിട്ട് എൻ്റെ കൂടെ ഇതുപോലെ വണ്ടിയിലൊക്കെ വരാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അമ്മാമ പറഞ്ഞു പെട്ടെന്ന് കിട്ടപ്പോൾ സന്തോഷമായി. ഞാൻ പറഞ്ഞ അമ്മാമ ഒന്നും നോക്കണ്ട, എൻ്റെ കൂടെ അങ്ങ് പോന്നേക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മാമേനെയും വിളിച്ച് കൂടെ നമ്മുടെ പാറും അതുപോലെ തന്നെ ശ്രീകുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തേക്ക് പോയി. ആദ്യം തന്നെ പള്ളിയിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ഒന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് കറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ എല്ലാവരും വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നേ. കാരണം ലൈഫിൽ എപ്പോഴെങ്കിലൊക്കെ ആയിരിക്കും നമുക്ക് ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ കിട്ടുന്നത്. അത് സത്യം പറഞ്ഞാൽ അമ്മമ്മയുടെ കൂടെ പോയപ്പോഴത്തേക്ക് എനിക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനും പറ്റി. ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ ആ ഒരു ഡേ ഒക്കെ അങ്ങോട്ട് ആഘോഷിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. അമ്മമ്മയോട് ചോദിച്ചപ്പോഴത്തേക്ക് അമ്മമ്മയ്ക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. കാരണം ആളൊട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ദിവസം. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.